കോവിഡ് മുക്തരിൽ പ്രമേഹം വർദ്ധിക്കുന്നു എന്ന് പഠനം. 2 വർഷത്തിനകം 28% ആളുകളിലാണ് പ്രമേഹം കണ്ടെത്തിയത്. ആലപ്പുഴ പുറക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷിബു സുകുമാരന്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ പഠനത്തിലാണ് ഈ ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തൽ. കോവിഡ് വൈറസുകൾ പാൻക്രിയാസിന്റെ ബീറ്റ കോശങ്ങളെ ഇല്ലാതാക്കുന്നതായും ഇതോടെ ഇൻസുലിൻ ഉൽപാദനം കുറഞ്ഞ് പ്രമേഹം പിടിപെടുന്നതുമായാണ് മൂവർ സംഘത്തിന്റെ കണ്ടെത്തൽ. പുറക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷിബു സുകുമാരനൊപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ ചിന്ത സുജാത, ഡൽഹി സഫ്ദർജംഗ് ആശുപത്രിയിലെ കോവിഡ് മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഖാലിദ് ഖാദർ എന്നിവർ ചേർന്ന് നടത്തിയ പഠനത്തിലായിരുന്നു ഈ ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തൽ. നമുക്ക് ഇതുവരെ ഷുഗർ ഇല്ല എന്ന് വിശ്വസിച്ചിരുന്നവർക്ക് പുതിയതായി കോവിഡിന് ശേഷം കോവിഡ് വന്ന ആൾക്കാരിൽ 16% പേർക്ക് ഷുഗർ കണ്ടെത്തി. ഇതിൽ കോവിഡ് വരാത്ത ആൾക്കാരിൽ 4% പേർക്ക് മാത്രമേ ഷുഗർ ഉണ്ടായിരുന്നുള്ളൂ. കോവിഡിന് ശേഷം ഇവർക്കുണ്ടാകുന്ന മാറ്റം എന്ന് വെച്ചാൽ അതിന് ശേഷം ഉണ്ടാകുന്ന ബോഡിയുടെ കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ട് ഈ ബീറ്റ സെൽസ്, അത് പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങൾ തനിയെ നശിച്ചു പോകുന്നു. അത് ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം 2 റിസപ്റ്റർ എന്ന് പറയുന്ന ഒരു റിസപ്റ്റർ ഉണ്ട് ഈ പാൻക്രിയാസിൽ. ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്താൽ ഇത് തനിയെ നശിച്ചു പോകും. അങ്ങനെ ഈ റിസപ്റ്ററിന് സ്റ്റിമുലേറ്റഡ് ആയിട്ട് ഈ കോശങ്ങൾ തനിയെ നശിച്ചു പോവാണ്. അങ്ങനെ പാൻക്രിയാസിന്റെ ബീറ്റ കോശങ്ങൾ നശിച്ചിട്ടാണ് നമുക്കിപ്പോൾ ഷുഗർ പെട്ടെന്ന് കൂടിക്കൊണ്ടിരിക്കുന്നത്. പാൻക്രിയാസിനെ കൂടാതെ മറ്റ് അവയവങ്ങളിലെ കോശങ്ങളെയും കോവിഡ് വൈറസുകൾ ഇല്ലാതാക്കുന്നതായും ഇവർ നടത്തിയ പഠനത്തിൽ പറയുന്നു. രക്തക്കുഴലുകളിൽ ഉണ്ടാക്കുന്ന തകരാർ, ഹൃദയാഘാതം, പക്ഷാഘാതം തുടങ്ങിയവയ്ക്ക് കാരണമാകുന്നതായും പഠനത്തിലുണ്ട്. കോവിഡ് വ്യാപനത്തിന് ശേഷം ജനങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങിയ സാഹചര്യത്തിലായിരുന്നു പ്രമേഹം സംബന്ധിച്ചുള്ള പഠനത്തിലേക്ക് ഡോക്ടർ ഷിബു നീങ്ങുന്നത്. തകഴിയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്ന ഘട്ടത്തിലായിരുന്നു കോവിഡ് രോഗമുക്തരായ ആളുകളെ കേന്ദ്രീകരിച്ചുള്ള ഈ പഠനം. പ്രമേഹമില്ലാതിരുന്ന പലരിലും കോവിഡിന് ശേഷം പ്രമേഹം പിടിപെടുന്നതായി കണ്ടെത്തിയതോടെ ഈ പഠനം ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനു കൂടി കൂടുതൽ ദിശാബോധം നൽകുകയാണ്. അമൃത ന്യൂസ്, ആലപ്പുഴ.